ഓഗസ്റ്റിൽ കഴിഞ്ഞ മാസം മധുരയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒരു ആരാധകൻ വിജയ് നീണ്ട റാമ്പിലൂടെ നടന്നു വന്ന് സിനിമാറ്റിക് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി എത്തി ആരാധകരെ അഭിസംബോധന ചെയ്യുമ്പോൾ നീണ്ട റാമ്പിലൂടെ നടന്നു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികമായും വിജയ് കൈവീശി കാണിച്ചുകൊണ്ട് അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. ബൗൺസർമാർ തൂക്കിയെറിഞ്ഞു എന്ന് മാത്രമല്ല, അതിനുശേഷം അക്കാര്യത്തിൽ ഒരു ഖേദപ്രകടനം പോലും തുടർന്ന ദിവസങ്ങളിൽ ഉണ്ടായില്ല എന്നതുപോലും ഇപ്പോൾ ഈ അപകടം നടക്കുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. തീർച്ചയായും അത് വിജയുടെ ഒരു ആരാധകനാണ്, പാർട്ടി പ്രവർത്തകനാണ്. എന്നിട്ട് പോലും ആളെ തൂക്കിയത് ഒരുപക്ഷെ അവൻ വിജയനെ ഒന്ന് തൊടാൻ വേണ്ടി വന്നായിരിക്കും. നമ്മൾ ക്രിക്കറ്റ് താരങ്ങളെയും ഫുട്ബോൾ താരങ്ങളെയൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ അങ്ങനെ ആരാധകർ ഓടി വന്ന് കാണുന്നുണ്ട്, ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് കൈവയ്ക്കാനും ഉണ്ട്. പക്ഷേ ഒരു പുതിയ ദൃശ്യം കാണുന്നുണ്ട്. അത് പോലീസിന്റെ നടപടിയാണ്. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആണ് എന്ന് തോന്നുന്നു. ആ സമയത്തെ ദൃശ്യമാണ് എന്ന് സംശയമുണ്ട്. ആംബുലൻസുകൾ കടന്നു പോകുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. അവിടെ നിന്ന് ആളുകളെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പോലീസിന്റെ നടപടിയും അവിടെ ഉണ്ടായി. കരൂരിൽ പോലീസിന്റെ നടപടിയും ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പല ദൃശ്യങ്ങൾ ഇപ്പോൾ വൈകിയാണെങ്കിലും അതേസമയം പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരികയാണ്. ആംബുലൻസിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ജനങ്ങൾ തിങ്ങിക്കൂടുകയും പാനിക്കായി പല ഭാഗത്തേക്കും ചിതറുകയും ചെയ്തുകൊണ്ട് ആംബുലൻസിൽ പോകാൻ പോലും സാധിക്കാതെ വന്നുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കുകയും ജനങ്ങളെ ലാത്തി വീശി ഓടിക്കുകയും ചെയ്തത്. Yardım